1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും എറണാകുളം മഹാരാജാസ് കോളേജിൽ മഹാരാജാവിൻ തീട്ടൂരമനുസരിച്ച് രാജാവിൻ്റെ കൊടി ഉയർത്തണം എന്ന് കൽപ്പിക്കപ്പെട്ടു. ഇതിനെതിരായി വിശ്വനാഥ മേനോനും കൂട്ടുകാരും പ്രതിഷേധമുയർത്തി. മഹാരാജാവിൻ്റെ കൊടിക്കുറ വെട്ടിത്താഴെയിട്ടു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ കോളേജിൽ നിന്നും മദ്രാസ് സർവകലാശാലയിൽ നിന്നും പുറത്താക്കിയുണ്ടായി. പിന്നീട് നിന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയത്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇടപ്പള്ളി പോലീസ് ആക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. അഭിഭാഷകനും പൊതുപ്രവർത്തകനും ട്രേഡ് യൂണിയൻ നേതാവും ജനപ്രതിനിധിയും ഭരണാധികാരിയുമായി തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ശ്രീ വിശ്വനാഥ മേനോൻ്റേത്. എറണാകുളം മുനിസിപ്പൽ കൗൺസിൽ അംഗം, കേരള നിയമസഭാ അംഗം, രാജ്യസഭാ അംഗം, ലോക്സഭാ അംഗം, 1987-91 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി എന്നീ നിലകളിലും വിശ്വനാഥ മേനോൻ പ്രവർത്തിച്ചു. കാലത്തിനൊപ്പം മായാത്ത ഓർമ്മകൾ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. മറുവാക്ക് എന്ന ലേഖന സമാഹാരവും മഹാത്മാജിയുടെ പീഡനാനുഭവങ്ങൾ എന്ന നാടക തർജ്ജമയും അദ്ദേഹത്തിൻ്റെതായി സാഹിത്യത്തിന് സംഭാവനകളാണ്. വിശ്വനാഥ മേനോൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം ആദരവ് രേഖപ്പെടുത്താം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം നബിർ. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ മഹാരാജാസ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ ശ്രീ CICC ജയചന്ദ്രൻ അവർകളാണ്. ആദ്യമായി യോഗത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് V. അജിത് നാരായണനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, 1927 ജനുവരി 15 ശ്രീ V. വിശ്വനാഥ മേനോൻ ജനിക്കുന്നത്. 2027 ജനുവരി 15 100 വർഷം ആവുകയാണ്. 2019 മെയ് മാസം 3 തീയതിയാണ് അച്ഛൻ നമ്മളെ വിട്ട് പോയത്. ഇന്ന് 7 വർഷം തികയുകയാണ്. കേരള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വളരെ വിധി നിർണായകമായ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞ് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഇവിടെ ഇന്ന് സ്മരിക്കുകയാണ്. വിശ്വനാഥ മേനോനെ, എൻ്റെ അച്ഛനെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തിനൊപ്പം മായാത്ത ഓർമ്മകൾ എന്ന 542 പേജുകൾ വരുന്ന ആത്മകഥ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഈ ആത്മകഥയിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പും ആയി തന്നെ ബന്ധപ്പെട്ട് പണ്ട് നടന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ സൂചിപ്പിക്കുന്നു. ഈ 542 പേജിലും ഏത് പേജ് എടുത്ത് അതിലെ ഏത് സബ് ഹെഡിങ് എടുത്തു വായിച്ചാലും അതിലൊരു ചരിത്ര കഥ, എറണാകുളവുമായി ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചരിത്ര കഥ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഥ ഞാനിപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആത്മകഥ എടുത്ത് മറച്ചു നോക്കിയപ്പോൾ കണ്ട ഒരു കഥ എനിക്കിവിടെ സൂചിപ്പിക്കണം എന്ന് തോന്നി. അത് വിശ്വനാഥ മേനോൻ്റെ അച്ഛൻ അമ്പാടി നാരായണ മേനോൻ 1930കളിൽ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായിരുന്ന കഥയാണ്. 1930കളിൽ 2 തവണ അദ്ദേഹം കൊച്ചി പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ തവണ അൺഅപ്പോസ്ഡായിട്ട് എതിരില്ലാതെ ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു.
അദ്ദേഹത്തിനെതിരായി നിന്ന മറ്റൊരു സ്ഥാനാർത്ഥി ഒരു ദിവസം അദ്ദേഹത്തെ വന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേരിൽ എൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു സ്കൂളുണ്ട്, ഈ സ്കൂൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഞാൻ മത്സരരംഗത്ത് നിന്ന് മാറുകയാണ്. അമ്പാടി നാരായണ മേനോൻ അതിന് അനുചിതമായ കാര്യങ്ങൾ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടതെല്ലാം ശ്രമിക്കാം എന്ന് പറയുകയും ആ സ്ഥാനാർത്ഥി തന്നെ മാറുകയും ചെയ്ത് അൺഒപ്പോസ്ഡായിട്ടാണ് വിശ്വനാഥ മേനോൻ്റെ അച്ഛൻ ശ്രീ അമ്പാടി നാരായണ മേനോൻ, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ നിറഞ്ഞു നിന്നിരുന്ന ഒരു അഭിഭാഷകനാണ്, അദ്ദേഹം അത്തവണ ജയിച്ചത്. പക്ഷേ അതിനടുത്ത ഇലക്ഷനിൽ അദ്ദേഹം ജയിക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്തിരുന്ന സ്ഥാനാർത്ഥി അത്രത്തോളം ഇവിടെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നില്ല. പക്ഷേ ഇലക്ഷന് 2 ദിവസം മുൻപ് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലുമോ സംഭവിക്കാത്തൊരു സംഭവം നടന്നു. ഹെലികോപ്റ്റർ വഴി നോട്ടീസുകൾ വിതരണം ചെയ്യപ്പെട്ടു ആ മണ്ഡലത്തിൽ. എതിർ സ്ഥാനാർത്ഥി അങ്ങനെയാണ് ആ മണ്ഡലം പരിചയപ്പെടുന്നത് തന്നെ. ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാറി മറിഞ്ഞു. ഏതാനും നിസ്സാര വോട്ടുകൾക്ക് അമ്പാടി നാരായണ മേനോൻ പരാജയപ്പെടുകയും മറ്റാൾ ജയിക്കുകയും ചെയ്തു. ഇതുപോലുള്ള അനേകം ചരിത്ര സംഭവങ്ങളിലൂടെ, തമാശകളും അതിശയങ്ങളും നിറയുന്ന സംഭവങ്ങളിലൂടെയാണ് ഈ കാലത്തിനൊപ്പം മായാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൻ്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാനില്ലെല്ലാം വിറ്റ് തീർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് അത് റിലീസ് ചെയ്യപ്പെട്ടത്, ആ പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ CICC ജയേന്ദ്രനാണ്. ജയചന്ദ്രൻ നമുക്ക് എറണാകുളത്തുകാർക്ക് പരിചയപ്പെടുത്തേണ്ട വ്യക്തിയല്ല. അദ്ദേഹം എറണാകുളത്തെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ശ്രീ സമാധാനം പരമേശ്വരൻ്റെ മകനാണ്. മഹാരാജാസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്. മഹാരാജാസ് കോളേജിലെ SFI യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും മറ്റുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വിശ്വനാഥ മേനോൻ സെൻറ്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ KN ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണനെയും കുറിച്ച് കൂടുതൽ ഇവിടെ പറയേണ്ട കാര്യമില്ല. നാളെ എലക്ഷൻ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നാളത്തെ ഇലക്ഷനിൽ എല്ലാവിധ വിജയാശംസകളും നേരുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ വിശ്വനാഥ മേനോൻ സെൻറ്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തത് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ളത് ശ്രീ അജിത് കൊളാടിയാണ്. സ്വയാശ്രയ കേരളം എന്ന വിഷയത്തിലാണ് അജിത് കൊളാടി നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ്റെ പുത്രനാണ് അദ്ദേഹം. തിരൂരങ്ങാടിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ CPIയുടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹത്തിനും എല്ലാവിധ വിജയാശംസകളും നമ്മൾ നേരുകയാണ്. ശ്രീ വിശ്വനാഥ മേനോൻ സെൻറ്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നത് 3 പേരാണ്. അതിൽ ശ്രീമതി ശാരദാ മോഹൻ, സഖാക്കൾ PKയുടെയും P ഗോവിന്ദപിള്ളയുടെയും അടുത്ത തലമുറക്കാരി. ഞങ്ങളെല്ലാം അമ്മിണി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെല്ലാം പഠിച്ചിരുന്ന സ്കൂൾ ജയകേരള ഹൈസ്കൂൾ, ഒരു സ്കൂളിൽ തന്നെയാണ് ഞങ്ങളെല്ലാം പഠിച്ചിരുന്നത്.
ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലും സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലും ഈ ജില്ലയിലാകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അമ്മിണി ചേച്ചിക്ക്, ശാരദാ മോഹന് വി വിശ്വനാഥ മേനോൻ സെൻറ്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ NM പിയേഴ്സനെ എല്ലാവർക്കും തന്നെ പരിചയമുണ്ട്. ചാനൽ ചർച്ചകളിൽ പരസ്പരം കടിച്ചു കീറുന്ന വ്യക്തികളുടെ നടുവിൽ സത്യമെന്താണ് എന്ന് വിളിച്ചു പറയുവാൻ മറ്റൊരു വ്യക്തി വന്നിരുന്നാൽ അയാളെ കേൾക്കുവാനായിരിക്കും കൂടുതൽ കാതുകൾ തുറന്നു വയ്ക്കുക. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ശ്രീ പിയേഴ്സൺ. ഇടപ്പള്ളി സംഭവത്തെക്കുറിച്ച് ആധികാരികമായൊരു പുസ്തകം ഇടപ്പള്ളി എന്ന പേരിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശ്വനാഥ മേനോനുമായിട്ട് വളരെ കാലത്തെ ബന്ധം ഉള്ള വ്യക്തിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇടപ്പള്ളി സംഭവത്തിൻ്റെ 2ാം തലമുറക്കാരാണ്. ശ്രീ പിയേഴ്സന് വിശ്വനാഥ മേനോൻ സെൻറ്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുക. അടുത്തത് MP ബെന്നിയാണ്. ബെന്നി സമകാലിക മലയാളം വാരികയിൽ സബ് എഡിറ്ററായിരുന്ന കാലത്താണ് വിശ്വനാഥ മേനോൻ്റെ കാലത്തിനൊപ്പം മായാത്ത ഓർമ്മകൾ എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചു വന്നത്. 2.5 വർഷത്തോളം നീണ്ടു നിന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. ഞാനും ബെന്നിയും അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് ചേർന്നപ്പോൾ 2.5 വർഷം നീണ്ടു നിന്ന ഒരു എഴുത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിനൊരു പുസ്തക രൂപം പ്രാപിക്കുകയുണ്ടായത്. എറണാകുളത്തെ പ്രധാന സംഭവങ്ങളും തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നിരവധി സംഭവങ്ങളുടെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അടുക്കിയിരിക്കുന്ന സംഭവബഹുലമായ ആത്മകഥയാണത്. ആ ആത്മകഥ അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് MP ബെന്നി എന്ന വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി തുനിയില്ലായിരുന്നു എന്നതാണ് സത്യം. ബെന്നിക്ക് ശ്രീ വി വിശ്വനാഥ മേനോൻ സെൻറ്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്വയാശ്രയ കേരളം എന്ന വിഷയത്തിലാണ് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരു പ്രതിധ്വനി അത് വിഭാവനം ചെയ്ത ആൾക്കാരുടെ സങ്കല്പത്തിന് അതീതമായി സഞ്ചരിച്ചു എന്ന സത്യമാണ്. ഒരു മൈക്രോ ഫൈനാൻസിങ് ഈ കാര്യത്തിൽ നടന്നു. പാവപ്പെട്ട കൃഷിക്കാരന് 5ഉം 10ഉം 15ഉം സെൻറ്റുകൾ ഭൂമി കിട്ടിയപ്പോൾ അവർ കൃഷി ചെയ്ത് ഉപജീവനം നടത്തും എന്നാണ് വിചാരിച്ചതെങ്കിൽ ആ കൃഷിക്കാരുടെ 2ാം തലമുറ ചെയ്തത് മറ്റൊരു കാര്യമാണ്. അവർ ബാങ്ക് ലോൺ എടുത്ത് വിദേശങ്ങളിൽ പോയി കഴിഞ്ഞ 50-60 വർഷമായി കേരളത്തിലേക്ക് വിദേശ നാണയം എത്തിച്ചത് ഒരുപക്ഷെ ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരു അനന്തര ഫലം, മറ്റാരും അത് തുടങ്ങിവെച്ച വ്യക്തികൾ പോലും കാണാതിരുന്ന ഒരനന്തര ഫലം തന്നെയായിരുന്നു അത്. ഇത്തരത്തിൽ ഉള്ള ആസൂത്രണവും അതിൻ്റെ നടത്തിപ്പും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് സാധാരണ എത്താറില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ആരും വിചാരിക്കാതെ ഇരുന്ന രീതിയിൽ ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഫലപ്രാപ്തി കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ അനുഭവസ്ഥർ കൂടിയാണ് നമ്മൾ. നമ്മുടെ സ്ഥലത്തിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ, അത് മേടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ, അതിനെല്ലാം കാരണമായി മാറിയത് ഈ പറയുന്ന വിദേശ നാണയത്തിൻ്റെ കേരളത്തിലേക്കുള്ള ഒഴുക്കാണ്. അതിന് മൈക്രോ ഫൈനാൻസിങ് ആയി ആ കാലഘട്ടത്തിൽ നേരെ കേരളത്തിൻ്റെ മുമ്പിലേക്ക് ആ പേര് പറയാതെ തന്നെ പ്രത്യക്ഷപ്പെട്ടത് ഈ ഭൂപരിഷ്കരണ നിയമം ആയിരുന്നു. ഇതേപോലെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 1990
അച്ഛൻ ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ ഹാർട്ട് അറ്റാക്കിന് നിദാനമായ കാരണങ്ങൾ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സും സ്ട്രെയിനും. ബാക്കി മന്ത്രിസഭയിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ ധനകാര്യമന്ത്രി. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവർ പിഴിയാൻ ഉദ്ദേശിക്കുന്നതും ഗൺ പോയിന്റിൽ നിർത്തുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെയും ബംഗാളിലെയും മറ്റും മന്ത്രിസഭകളെയായിരുന്നു. ആ തരത്തിൽ അച്ഛനന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആ വർഷങ്ങളിൽ ഞാൻ LLM പഠിക്കുകയാണ് ട്രിവാൻഡ്രത്ത്. എൻ്റെ കൂടെ ക്ലാസ്മേറ്റായിട്ട് ബാലഗോപാൽ പഠിക്കുന്നുണ്ട്. ബാലഗോപാലും ഞാനും അടുത്തടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ ഈ അസുഖത്തെക്കുറിച്ചെല്ലാം ബാലഗോപാൽ എന്നോട് ചോദിച്ചിരുന്നു. എന്നാൽ 35 വർഷത്തിന് ശേഷം ബാലഗോപാൽ അച്ഛൻ്റെ അതേ സ്ഥാനത്ത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ട് വരികയാണ്. ബാലഗോപാലിനും 2-3 വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെയുള്ള രോഗാവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നത് 35 വർഷ കാലഘട്ടത്തിൽ മുഴുവനും കേരളത്തോടുള്ള അവഗണന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും സംഘടിതമായിട്ടുണ്ടായി. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രളയത്തെയും കോവിഡ് പോലുള്ള മഹാമാരികളെയും മറ്റും അതിജീവിച്ചുകൊണ്ട് കേരളത്തിന് ചങ്കൂറ്റത്തോടെ കൂടി നിൽക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കേരളത്തിന് സ്വയാശ്രയ കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.